വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ പ്രതീക്ഷയോടെ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദയവായി എല്ലാ കണ്ണുകളും കർത്തൃ സന്നിധിയിൽ ഒന്ന് അടച്ചാട്ടെ. എല്ലാ അധരങ്ങളും ദൈവം മുമ്പാകെ തുറന്നാട്ടെ. ഹൃദയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് ഏകാഗ്രമാക്കിക്കാട്ടെ. ദൈവ സാന്നിധ്യത്തെ കർത്താവിനോടൊന്ന് ചോദിച്ചേ. 6 ചിറകുകളുള്ള സറാഫുകൾ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നാർക്കുവാൻ തുടങ്ങിയപ്പോൾ അവരാർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞുവെന്ന് നമ്മൾ വായിക്കുന്നു. എവിടെയാണോ റിയലായിട്ടുള്ള ആരാധന ഉയരുന്നത്, അവിടെ ഷെഖന, ഗ്ലോറി ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഇന്ന് രാത്രിയിൽ ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ അങ്ങനെ ഒരു സ്തോത്രത്തിന്റെ ആരാധനയുടെ ശബ്ദം ഉയരട്ടെ. ഈ ഗ്രൗണ്ട് മുഴുവൻ എല്ലാ അധരങ്ങളും തുറന്ന് എല്ലാ കണ്ണുകളും അടച്ച് ഒരുമിച്ചൊന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. ഇസ്രയേലിന്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്ന വലിയവനായ ദൈവം ഇന്ന് രാത്രി നമ്മുടെ ആരാധനയുടെ മേൽ ഇറങ്ങി വരട്ടെ. വായി തുറന്നാട്ടെ, വായി തുറന്നാട്ടെ, വായി തുറന്നാട്ടെ, വായി തുറന്നാട്ടെ. എത്രത്തോളം ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആത്മാവിൽ സ്തോത്രം ചെയ്താട്ടെ. താങ്ക് യു ജീസസ്. എത്രത്തോളം ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാമോ അത്രത്തോളം ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇത് നമ്മൾ ആത്മാവിൽ ഒന്ന് പോരാടി പ്രാർത്ഥിച്ചു തുടങ്ങുന്ന സമയമാണ്. അന്യഭാഷയിൽ ആരാധിക്കുവാൻ കൃപ ലഭിച്ച പ്രിയപ്പെട്ടവർ അധരം പൂട്ടി മൗനമായിരിക്കാതെ ഇന്ന് രാത്രിയിൽ അന്യഭാഷയിൽ ഒന്ന് ആരാധിച്ചു തുടങ്ങിയാട്ടെ. അവിടുത്തെ മഹത്വം നമ്മുടെ നടുവിൽ ചലിച്ചു തുടങ്ങട്ടെ. മഹത്വം ചലിച്ചു തുടങ്ങട്ടെ. മഹത്വം ചലിച്ചു തുടങ്ങട്ടെ. എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ. ഒന്നുകൂടെ പഠിക്കും. എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ. എന്നോട് മിണ്ടും, എന്നോട് മിണ്ടും, എൻ കൂടെ ഇരിക്കും. എന്നോട് മിണ്ടും, എൻ കൂടെ ഇരിക്കും. നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. നല്ല സഖിയെ ഒരുമിച്ചൊന്ന് വിളിച്ചേ. നല്ല സഖിയേ, വായി തുറന്ന് പാടിക്കേ. നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പാടിക്കേ. കൂട്ടായ്മ വേണം പരിശുദ്ധാത്മാവേ. കാവൽ വേണം, കാവൽ വേണം പരിശുദ്ധാത്മാവേ. കൂടെ വേണം, കൂടെ വേണം പരിശുദ്ധാത്മാവേ. ഒരിക്കൽ കൂടി ആ വാക്കുകൾ ഒന്നിച്ചൊന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവേ. കൂട്ടായ്മ വേണം, കൂട്ടായ്മ വേണം. ഇന്ന് രാത്രി അവിടുത്തെ കൂട്ടായ്മ വേണം പരിശുദ്ധാത്മാവേ. ഈ രാത്രി അവിടുത്തെ കാവൽ വേണം. ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളുടെ കൂടെ വേണം, കൂടെ വേണം, കൂടെ വേണം പരിശുദ്ധാത്മാവേ. രാജാതിരാജാവും കർത്താതി കർത്താവും നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നവനുമായ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ദൈവവചനത്തിനായിട്ടുള്ള വിശപ്പ് തന്നെ എന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നത് പോലെ
ഇന്ന് രാത്രി അവിടുത്തെ സാന്നിധ്യത്തിന്റെ എല്ലാ നിറവുകളും ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരണമേ. ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവിടുത്തെ മഹത്വം ഒരു മേഘം പോലെ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി നിൽക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ ബുദ്ധിയെ തുറക്കണമേ. ഈ ശുശ്രൂഷയിൽ സഹായിക്കുവാൻ രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായ ദൂതന്മാരെ ഇന്ന് രാത്രി അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ അയക്കണമേ. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും പിതാവേ അങ്ങയ്ക്ക് മാത്രം ഞങ്ങൾ അർപ്പിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൽ മറയുന്നു. അവിടുത്തെ കൃപയെ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ഇത് അങ്ങയുടെ സമയമാണ് കർത്താവേ. അങ്ങ് ചലിച്ചുകൊണ്ടേയിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അത്യുച്ചത്തിൽ കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്. തുടർമാനമായി നമ്മുടെ തീമിന്റെ വാക്യം ഇവിടെ ആവർത്തിക്കപ്പെടുന്നത് കൊണ്ട് ആ വാക്യത്തെ വായിക്കുവാനും വായിപ്പിക്കുവാനുമായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചിന്തകളിലേക്ക് വേഗം വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കുവാനായിട്ട് കഴിയും. അതിൽ 1-ാമത്തെ ഭാഗം നമുക്ക് മുൻപിൽ ഒരോട്ടം ഉണ്ടെന്നും ആ ഓട്ടം നാം സ്ഥിരതയോടെ ഓടണമെന്നുമുള്ള പ്രബോധനമാണ്. 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ ഓട്ടം ഓടുവാൻ നിൽക്കുന്നവരോട് പൗലോസ്ലീഹ നൽകുന്ന പ്രബോധനമാണ്. ഞാൻ ആ വിഷയത്തിന്റെ വിശദീകരണത്തിലേക്ക് വരാൻ പോവുകയാണ്. നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ളത് കൊണ്ട് എന്താണ് അവിടെ കൃത്യമായി ഉദ്ദേശിക്കുന്നത്? നമ്മൾ അറിയേണ്ട കാര്യം, ക്രിസ്തീയ ജീവിതത്തെ കുറിക്കുന്ന ഒട്ടനവധി ആലങ്കാരിക പ്രയോഗങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് കഴിയും. വിശേഷിച്ച് പൗലോസിന്റെ എഴുത്തുകളിൽ അങ്ങനെയുള്ള വാക്കുകൾ വളരെ കൂടുതലാണ്. യോഹന്നാന്റെ എഴുത്തുകളിലും ഇതുപോലെയുള്ള ആലങ്കാരിക പദപ്രയോഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പൗലോസിന്റെ ആലങ്കാരിക പദപ്രയോഗങ്ങളെ 3 ഭാഗമായി ദൈവശാസ്ത്ര വീക്ഷണത്തിൽ നമുക്ക് തരംതിരിക്കുവാനായിട്ട് കഴിയും. 1-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ക്രിസ്റ്റോളജിക്കൽ മെറ്റാഫറാണ്. 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് എക്ലീഷിയോളജിക്കൽ മെറ്റാഫറാണ്. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് യൂക്കാരിസ്റ്റിക് മെറ്റാഫറാണ്. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് ഓട്ടം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തെ ഓട്ടത്തോട് തുലനം ചെയ്യുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. 1-ാമത്തെ കാര്യം, ഓട്ടത്തിന് ഒരു ലക്ഷ്യം ഉണ്ട്. ക്രിസ്തീയ ജീവിതത്തിനും ഒരു ലക്ഷ്യമുണ്ട്. 2-ാമത്തെ കാര്യം, ഓട്ടം ഓടുവാൻ നിൽക്കുന്നവൻ വഴിയിലുള്ള കാര്യങ്ങൾ, ട്രാക്കിന് വശങ്ങളിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ പാടില്ല. ക്രിസ്തീയ ജീവിതവും അതുപോലെ തന്നെയാണ്. ഓടുന്നവന്റെ ലക്ഷ്യം മുൻപിലേട്ടാകണം. വശങ്ങളിലുള്ള കാര്യങ്ങളോ പിൻപിലുള്ള കാര്യങ്ങളോ ശ്രദ്ധിക്കുവാൻ പാടില്ല. 3-ാമത്തെ കാര്യം, ഓട്ടം ഓടുവാൻ തുടങ്ങിയാൽ ഓടുന്നവന് ഓട്ടത്തിൽ നിന്ന് അവധിയെടുക്കുവാൻ പാടില്ല. വെക്കേഷൻ ഉണ്ടാകത്തില്ല, വിശ്രമം ഉണ്ടാകത്തില്ല. ക്രിസ്തീയ ജീവിതവും അതുപോലെയാണ്. ഒരിക്കൽ കർത്താവിന്റെ മുൻപിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരിക്കൽ ഈ ട്രാക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവധിയില്ല, വിശ്രമമില്ല, തുടർമാനമായി ഓടുകയാണ്. 4-ാമത്തെ കാര്യം, ഓട്ടത്തിന് പിന്തിരിയാത്ത ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിനും പിന്തിരിയാത്ത ഒരു ലക്ഷ്യമുണ്ട്. 5-ാമത്തെ കാര്യം, ഓട്ടം പ്രയാസമാണെന്നോ ലക്ഷ്യം വിദൂരമാണെന്നോ ആരെങ്കിലും ചിന്തിച്ചാൽ അയാൾക്ക് ഓടാൻ കഴിയത്തില്ല. ഇതേ ക്രമത്തിൽ ക്രിസ്തീയ ജീവിതവും പ്രയാസമാണെന്നോ അതിന്റെ ഫിനിഷിങ് ബുദ്ധിമുട്ടാണെന്നോ ഒരാൾ ചിന്തിച്ചാൽ അയാൾക്ക് അതിനെ പൂർത്തീകരിക്കുവാൻ കഴിയത്തില്ല. 6-ാമത്തെ കാര്യം, ഓട്ടം ഓടുവാൻ നിൽക്കുന്നവന് 2 ശ്രദ്ധയെ ഉണ്ടാകാൻ പാടുള്ളൂ. 1 അവന്റെ ട്രാക്ക്, 2 അവന്റെ ഫിനിഷിംഗ് പോയിന്റ്. അതേ ക്രമത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന ഓട്ടത്തിൽ നിൽക്കുന്നവനും ഈ 2 കാര്യങ്ങളെ ശ്രദ്ധിക്കുവാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് ഓട്ടം എന്ന മെറ്റാഫറിനെ ക്രിസ്തീയ ജീവിതവുമായി തുലനം ചെയ്ത് ഇവിടെ ഉപയോഗിക്കുന്നത്. വാസ്തവത്തിൽ ഈ ഓട്ടം എന്ന് പറയുന്ന വാക്ക് ക്രിസ്തീയ ജീവിതവുമായി കണക്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ ധന്യനായ പൗലോസ്ലീഹ മാത്രമാണ്. നിങ്ങൾ പുതിയ നിയമത്തിന്റെ ബാക്കി ഈ പുസ്തകങ്ങളെ എല്ലാം പരിശോധിച്ചാൽ ഈ വിധത്തിലുള്ള മെറ്റാഫർ വേറെ ആരും ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാമെന്നേ ഉള്ളൂ. ഡയറക്റ്റ് ഈ വാക്ക് വേറെ ആരും ഉപയോഗിച്ചിട്ടില്ല. അപ്പോസ്തലപ്രവൃത്തി 20:24
പതിനാലിൽ പ്രാണനെ വിലയേറിയതായി എണ്ണാതെ ഓടുന്നുവെന്നാണ് വായിക്കുന്നത്. ആ പ്രാണനെ വിലയേറിയതായി എണ്ണാതെ ഓടുന്നുവെന്നൊക്കെ പറയുമ്പോൾ തൻ്റെ ആയുസ്സിനെ കുറിച്ച്, തൻ്റെ പ്രാണനെ കുറിച്ച് അല്പം പോലും കെയർ ചെയ്യുന്നില്ലെന്ന ഈസി റീഡ് വെർഷനിൽ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഐ ഡോണ്ട് കെയർ അബൌട്ട് മൈ ഓൺ ലൈഫ് എന്ന വാക്ക് ഈസി റീഡ് വെർഷനിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലെ, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ 1 കുറയ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, വൈദാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത. പ്രാണനെ വിലയേറിയതായി എണ്ണാത്ത ഒരുവന് മാത്രമേ ഇങ്ങനെ ഓടാനായിട്ട് കഴിയത്തുള്ളൂ. ഗലാത്യ ലേഖനം 2:2 അദ്ദേഹം പറയുന്നുണ്ട്, ഓടുന്നതോ ഓടിയതോ വെറുതെയായി എന്ന് വരാതിരിപ്പാൻ ഞാൻ ഓടുകയാണ്. ഫിലിപ്പി ലേഖനം 2:16 വായിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ നാളിൽ പ്രശംസ ഉണ്ടാകുമെന്ന് വെച്ചാണ് ഞാൻ ഓടുന്നത്. 3:14 വായിക്കുന്നുണ്ട്, പരമവിളിയുടെ വിരുദിനായിട്ട് ലാക്കിലേക്ക് ഓടുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 9:26 അത് നമ്മൾ കേട്ടു, നിശ്ചയത്തോടു കൂടെയാണ് ഓടുന്നത്. 2 തിമോഥെയോസ് 4:7 ഓട്ടം തികക്കത്തക്ക വിധത്തിലാണ് ഓടുന്നത്. ഇതില് ഈ എന്ന പദപ്രയോഗത്തോട് ചേർത്ത് ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് തൻ്റെ മുഴുവൻ ലക്ഷ്യത്തെയും നമുക്ക് കൃത്യമായി അവിടെ ബോധ്യമാകുന്നുണ്ട്. ഇനി നമ്മളോടൊരു പ്രബോധനം കൂടെയുണ്ട്. അത് 1 കൊരിന്ത്യർ 9:24 നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. പോൾ പറയുന്നു, ഞാൻ ഓടുകയാണ്, നിങ്ങളും ഓടണം, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണം. അതുകൊണ്ട് ഈ എബ്രായ ലേഖനം 12:1 ആരംഭിക്കുന്നത് ആകയാൽ നാമും എന്ന പദപ്രയോഗത്തോടെയാണ്. അത് പൗലോസിന്റെ ഒരു പ്രത്യേക ശൈലിയാണ്. ആകയാൽ നാമും, ഞാൻ എന്നല്ല, നിങ്ങൾ എന്നല്ല, ആകയാൽ നാമും. വളരെ ബുദ്ധിപൂർവമായ ഒരു വാക്ക. ആകയാൽ നാമും. റോമാലേഖനം 8:24 ആദ്യദാനം ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം എന്ന് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 10:6 അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകരുതെന്ന് പറയുന്നുണ്ട്. ഗലാത്യർ 4:3 അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ എന്ന് പറയുന്നുണ്ട്. തീത്തോസ് 3:3 മുമ്പേ നാമും ബുദ്ധികെട്ടവരായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. ഇനി എബ്രായ ലേഖനം 4:2 അവരെ പോലെ നാമും സദ്വർത്തമാനം കേട്ടവരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ പൗലോസിനെയും അതുപോലെ തന്നെ തൻ്റെ വായനക്കാരെയും ഒരുപോലെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആകയാൽ നാമും എന്ന് പറയുന്ന പദപ്രയോഗത്തെ പൗലോസ് പറയുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. ഞാൻ ആ ഭാഗം ഇങ്ങനെ പരിശോധിച്ചപ്പോൾ സാക്ഷികൾ ഒരു ഗാലറിയിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നുവെന്ന ആശയത്തിലല്ല. അതിനകത്തൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. മരിച്ചുപോയ വിശുദ്ധന്മാരൊക്കെ ഓടുന്നവരുടെ ഓട്ടത്തെ സ്വർഗത്തിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ ആശയമൊന്നുമല്ല. അവരുടെ ജീവിതമാണ് പ്രധാനമായിട്ട് ഇരിക്കുന്നത്. 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ വിശ്വാസ വീരന്മാരുടെ ജീവിതം എന്താണ്, അതാണ് അവിടെ പ്രമേയമാക്കിയിരിക്കുന്നത്. സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ക്ഷീണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിൽ ആരേലും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം, അവരുടെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചോണം. അങ്ങനെ ഒരു വാക്യമുണ്ട് എബ്രായർ 13:7 നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. ബെൻസൺ മത്തായി പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു യേശുവിനെയാണ് നോക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് കൃത്യമായിട്ടാണ് പറയുന്നത്, അവരെ ഓർക്കണം, യേശുവിനെ നോക്കണം. ക്ഷീണം വരുമ്പോൾ നമുക്ക് മുൻപേ ഓടിക്കേറിയവരെ ഓർത്താണ്, യേശുവിനെ നോക്കിക്കോണം. എന്താണ് ഈ വിശ്വാസ വീരന്മാരെ ഓർക്കണമെന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാ. ഹാബേൽ വിശ്വാസത്തിന്റെ ആരാധനയാണ്, ഹാനോക്ക് വിശ്വാസത്തിന്റെ നടപ്പാണ്, നോഹ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്, അബ്രഹാം വിശ്വാസത്തിന്റെ അനുസരണമാണ്, സാറ വിശ്വാസത്തിന്റെ എണ്ണലാണ്, ഇസഹാക്ക് വിശ്വാസത്തിന്റെ അനുഗ്രഹമാണ്, യാക്കോബ് വിശ്വാസത്തിന്റെ പ്രാപനമാണ്, യോസഫ് വിശ്വാസത്തിന്റെ അധികാരമാണ്, മോശ വിശ്വാസത്തിന്റെ നിർഭയത്വമാണ്, രാഹാബ് വിശ്വാസത്തിന്റെ വിടുതലാണ്, ഗിദെയോൻ വിശ്വാസത്തിന്റെ വിജയമാണ്, ബാരാക്ക് വിശ്വാസത്തിന്റെ അത്ഭുതമാണ്, ശിംശോൻ വിശ്വാസത്തിന്റെ ശക്തിയാണ്, ഇബ്താഖ് വിശ്വാസത്തിന്റെ സ്ഥൈര്യമാണ്, ദാവീദ് വിശ്വാസത്തിന്റെ ആശ്രയമാണ്,
ശമൂവേൽ വിശ്വാസത്തിന്റെ ആർജവമാണ്. എപ്പോഴെങ്കിലും ക്ഷീണം വരുമ്പോ അവരെ ഒന്ന് നോക്കിക്കൊള്ളണമെന്ന് ഓർത്തുകൊള്ളണം. ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രമേയം. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ഒരാമയും പറഞ്ഞാട്ട്. നമ്മളൊക്കെ പലരും ക്ഷീണിക്കുന്നവരാ. ചിലത് കേൾക്കുമ്പോൾ, ചിലത് കാണുമ്പോൾ, ചിലത് അറിയുമ്പോൾ ഒക്കെ നമ്മുടെ പരമാർത്ഥ ഹൃദയത്തിനകത്ത് എത്ര പവർഫുള്ളായിട്ട് മിനിസ്റ്റർ ചെയ്യുന്നെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെയൊക്കെ അകത്തുള്ള മനുഷ്യൻ ചിലപ്പോൾ ഒന്ന് തളർന്നു പോകും, ഒന്ന് ക്ഷീണിച്ചു പോകും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പറയുന്നത് ഇവരുടെ ജീവാവസാനം ഒന്ന് ഓർത്തോണം. ഒരാമയും പറഞ്ഞാട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെപ്പോലെ സങ്കടപ്പെട്ടവരും സംഘർഷം അനുഭവിച്ചവരും ഒക്കെയാണ് ഇവർ. പക്ഷേ അവർ ഓടി ഫിനിഷ് ചെയ്തവരെ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇവിടെ ഇവരെ വിശ്വാസ വീരന്മാരെന്ന് വിളിക്കാനുണ്ടായ കാരണം എന്താ എന്ന് ചോദിച്ചാൽ രണ്ട് വിധ കാരണങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, വിശ്വാസ നിമിത്തം അവർ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ചവരാ. അതുകൊണ്ടാണ് സാക്ഷികൾ എന്നവരെ വിളിക്കുന്നത്. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം ദൈവത്തിൽ നിന്ന് അവരെ സാക്ഷ്യം പ്രാപിച്ചവർ. എബ്രായ ലേഖനം 11:39 അത് പറയുന്നുണ്ട്. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടു. അപ്പൊ ദൈവത്തിൽ നിന്ന് അവർ സാക്ഷ്യം ലഭിച്ചവരാണ്. രണ്ട്, ലോകത്തിൽ അവരുടെ ജീവകാലത്ത് സത്യത്തിന് സാക്ഷ്യം പറഞ്ഞവരാ. ജീവിതം നിമിത്തം സാക്ഷ്യം, പ്രവൃത്തി നിമിത്തം സാക്ഷ്യം, അവരനുഭവിച്ച കഷ്ടാനുഭവം നിമിത്തം സാക്ഷ്യം, മരണത്തിൽ പോലും അവർ സാക്ഷ്യം പുലർത്തിയവരാണ്. ഹല്ലേലൂയ. ഇനി അവരുടെ സാക്ഷ്യത്തെ നമുക്ക് രണ്ടു വിധത്തിൽ വിളിക്കാം. നമ്മൾ ഈ ഓർക്കേണ്ട, ജീവിതത്തിൽ പലപ്പോഴും ക്ഷീണിക്കുമ്പോൾ ഓർക്കണമെന്ന് പറയുന്ന നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് ഒരു എനർജിക് ഡ്രിങ്ക് പോലെ, ഒരു ബൂസ്റ്റർ ഡോസ് പോലെ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ സാധ്യതയുള്ള ഇവരുടെ വിശ്വാസത്തെ രണ്ടു വിധത്തിൽ നമ്മൾ തിരിക്കണം. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അവർ ചെയ്ത മഹത്തായ കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ്. അവർ ചെയ്ത മഹത്തായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. എബ്രായ ലേഖനം 11:33 മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ മഹത്തായ കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവർ വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി, അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് അവർ പ്രാപിച്ച മഹത്തായ കാര്യങ്ങളാണ്. ഞാൻ അതില് ചില കാര്യങ്ങൾ ഒന്ന് പരാമർശിച്ചേക്കാം. ഒന്ന്, അവർ വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി എന്ന് പറയുമ്പോൾ അവരുടെ സൈന്യബഹുത്വത്താലല്ല, അവരുടെ വാളിന്റെ മൂർച്ച കൊണ്ടല്ല അവർ ജാതികളെ, രാജ്യങ്ങളെ അടക്കിയത്. നമുക്കറിയാം, മോശയുടെ കൈ പർവ്വതത്തിൽ ഉയർന്നിരുന്നപ്പോൾ താഴ്വരയിൽ ഒരു ജയം സംഭവിക്കുകയാണ്. എവിടെയാണ് മോശയുടെ കൈ പർവ്വതത്തിൽ താഴുന്നത്, അവിടെ താഴ്വരയിൽ പരാജയമുണ്ട്. യോശുവയുടെ വാളിന്റെ മൂർച്ചയല്ല താഴ്വരയിലെ ജയം, ഉയർന്നിരിക്കുന്ന മോശയുടെ കരമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ പറയാം, അദൃശ്യ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത ചലനങ്ങളെ കരം ഉയർത്തിപ്പിടിച്ചാൽ നമുക്ക് കാണാൻ സാധ്യമാണ്. അവർ രാജ്യങ്ങളെ അടക്കി, സീഹോൻ, ഓഗ് തുടങ്ങിയ രാജ്യങ്ങളെ അടക്കിയത് യോശുവയുടെ കാലത്തെ വിജയം. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി അവയെ നമുക്ക് ബ്രാക്കറ്റിൽ നിർത്താനായിട്ട് കഴിയും. അവർ രാജ്യങ്ങളെ അടക്കി, അവർ നീതി നടത്തി, അത് ഭരണപരമായ നീതിയാണ്. അവർ വാഗ്ദത്തം പ്രാപിച്ചു, അവർ സിംഹങ്ങളുടെ വായടച്ചു. ആ വാക്ക് നിങ്ങൾ എന്നോടൊപ്പം ചിന്തിച്ചു വരണേ. സിംഹങ്ങളുടെ വായടച്ചു. ഞാൻ ബൈബിൾ പരിശോധിച്ചപ്പോൾ 3 ഇടത്താണ് സിംഹവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കിടക്കുന്നത്. ഒന്ന്, ശിംശോനോടുള്ള ബന്ധത്തിലാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ, അപ്പോൾ യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു, അവന്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ഒരാട്ടിൻ കുട്ടിയെ പോലെ കീറിക്കളഞ്ഞു, സിംഹത്തിന്റെ വായെ അടച്ചു കളഞ്ഞു. 2, ദാവീദിനോടുള്ള ബന്ധത്തിലാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അടിയന്റെ അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്നു, കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു, ഞാൻ പിന്തുടർന്ന് അതിനെ
പിടിച്ചു അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിന് താടിക്ക് പിടിച്ച് അടിച്ച് കൊന്നു എന്നാണ് പറയുന്നത്. സിംഹങ്ങളുടെ വായടച്ച വിശ്വാസ വീരന്മാർ. അതിലേറ്റവും ഗംഭീര്യം സ്തോത്രം ദാനിയേലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ പറയുന്നുണ്ട്, സിംഹങ്ങൾ എനിക്ക് കേടു വരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും ചിന്തിക്കരുത് ആക്സിഡന്റലി അത് സംഭവിച്ചതാണെന്ന്. അങ്ങനെയല്ല. ഞാൻ ആ അധ്യായം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയുകയാണ്. 10-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ പ്രാർത്ഥനയിലാണ്. രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു, മാളിക മുറിയുടെ കിളിവാതിൽ തുറന്നു. എന്നിട്ട് താൻ മുൻപേ ചെയ്തു വന്നതുപോലെ, അണ്ടർലൈൻ ചെയ്യേണ്ട പദമാ, മുൻപേ ചെയ്തു വന്നതുപോലെ ഒരു ആക്സിഡന്റിൽ പ്രാർത്ഥിക്കുകയല്ല, പെട്ടെന്നൊരു വൈകാരികതയിൽ പ്രാർത്ഥിക്കുകയല്ല, ഭയന്ന് വിറച്ചു പ്രാർത്ഥിക്കുകയല്ല. മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. എപ്പോഴാണ്? രേഖ എഴുതി എന്നറിഞ്ഞപ്പോൾ. ഏത് രേഖ? സിംഹത്തിന്റെ കുഴി തുറക്കാൻ പോകുന്നുവെന്നുള്ള രേഖ എഴുതി എന്നറിഞ്ഞപ്പോൾ മുട്ടുകുത്തി. ഞാൻ ചിന്തിക്കുന്നത് ദാനിയേലിന്റെ പ്രാർത്ഥന കാഴ്ചപ്പാടിന്റെ പ്രാർത്ഥനയായിരിക്കും. താൻ പ്രാർത്ഥന നിർത്താൻ പോകുന്നില്ല എന്നും സിംഹങ്ങളുടെ വാതിൽ തുറക്കാതിരിക്കത്തില്ലെന്നും നന്നായി അറിയാവുന്നത് കൊണ്ട് കാലെ കൂട്ടി സിംഹങ്ങളുടെ വായടക്കത്തക്ക വിധത്തിൽ ഈ മനുഷ്യൻ ആത്മാവിൽ പോരാടുകയാണ്. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, MRI സ്കാനിംഗ് മിഷനിൽ കയറി കിടക്കുമ്പോഴല്ല 21 ദിവസത്തെ ഉപവാസം എടുത്തുകൊള്ളാമെന്ന് തീരുമാനിക്കേണ്ടത്. പലരും അങ്ങനെ MRI സ്കാനിംഗ് മിഷനിൽ കയറി കിടന്നിട്ടില്ലേ, ഒരു വല്ലാത്ത കുലുക്കവും ഒരു വിറയിലും ഒക്കെയാ, പേടിപ്പിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ. എന്നാ റിസൾട്ട് വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോഴാ പലരും പറയുന്നത് വിടിപ്പിക്കുകയാണ് 21 ഇരുന്നോളെ. നോ, അതല്ല ആത്മീകന്റെ ടൂള്. നിനക്കെതിരെ ഒരായുധം ഉയരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ പ്രാർത്ഥനാ മുറിയിൽ കയറി മുഴങ്കാലും അടക്ക. കോശിവദ്യ സാറിന്റെ പേര് പറയാൻ വിട്ടുപോയി, ക്ഷമിക്കണം. ആമേൻ, ഹല്ലേലൂയ. നിനക്കെതിരെ ഒരു ആയുധം ഉയരുന്നുവെന്ന് അറിയുമ്പോൾ തന്നെ ആമേൻ പ്രാർത്ഥനാ മുറിയിൽ കയറി ആമേൻ പ്രാർത്ഥനയിൽ കാര്യത്തെ കൈകാര്യം ചെയ്യും. ഈ രാത്രി പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തോ. ആമേൻ. കിലോമീറ്ററുകൾക്കപ്പുറേ നിനക്കെതിരെ വരാൻ സാധ്യതയുള്ള ജലത്തിനെതിരെ പ്രാർത്ഥനാ മുറിയിൽ കയറി വാതിലടച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയാം, ഏലിയാവ് കെരീത്തിലെ 3 മാസം ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. രാവിലെ അപ്പം, വൈകിട്ട് അപ്പം, അത് തിന്ന് നന്നായി ഉറങ്ങുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ബാല് തീ ഇറക്കാൻ സാധ്യതയുള്ളവനാണെന്ന് ഏലിയാവിന് നന്നായിട്ട് അറിയാം. പക്ഷെ തീ ഇറക്കാൻ സാധ്യതയുള്ള ബാലിന്റെ തീ ഇറക്കുന്ന സോഴ്സിനെ പ്രാർത്ഥനാ മുറിയിൽ ഏലിയാവ് ബ്രേക്ക് ചെയ്തു. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കെതിരെ ചലിക്കാൻ സാധ്യതയുള്ള ചില സാത്താന്യ സ്രോതസ്സുകളെ ഇന്ന് രാത്രി ആത്മാവിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ കരങ്ങൾ അടിച്ച് അന്യഭാഷയിൽ ആരാധിച്ചോ. ഈ ആരാധന ഇവിടെ നടക്കുമ്പോൾ തന്നെ മൈലുകൾക്കപ്പുറത്ത് നിങ്ങളുടെ ഭവനങ്ങളുടെ അകത്ത് നിനക്കെതിരെ നിൽക്കുന്ന ചില സ്വാധീനങ്ങൾ ഇന്ന് രാത്രി തകർക്കപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രതികരിക്കുവാൻ പറ്റുന്നവർ ഈ പന്തലിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, ഈ തടിച്ചുകൂടിയിരിക്കുന്ന മുഴുവൻ ജനവും ആമേൻ, ഞാൻ ദൈവദാസന്മാരോട് ഹൃദയപൂർവ്വം പറയുകയാണ്, വേദിയിലുള്ള ദൈവദാസന്മാർ ഒരുമിച്ച് പ്രതികരിച്ചു തുടങ്ങിക്കോ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസ വീരന്മാർ അങ്ങനെയാണ് ചെയ്തത്. ഈ രാത്രിയിൽ നാമും അത് ചെയ്യുകയാണെങ്കിൽ ഹല്ലേലൂയ, സിംഹക്കുഴിയിൽ ചെല്ലുന്നതിന് മുൻപേ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങിയിരിക്കും. സിംഹക്കുഴിയിൽ ചെല്ലും ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, ചില പ്രതിസന്ധിയുമായി നീ കൂട്ടിമുട്ടുന്നതിന് മുൻപേ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിയിരിക്കും. ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കാം, ചില പ്രതിസന്ധിയുമായി നീ കൂട്ടിമുട്ടുന്നതിന് മുൻപേ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാർ. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ചില കുടുംബങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി തുടങ്ങുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് വചനമാണോ പ്രസംഗിക്കുന്നത് ആ വചനത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ വ്യാപരിക്കും. ഇപ്പോൾ ഈ വചനം ഇവിടെ പ്രസംഗിക്കുന്നത് കൊണ്ട് ഈ വചനത്തിന്റെ അറ്റ്മോസ്ഫിയർ ഇവിടെ ചലിക്കും.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുകയാണ്. ആമേൻ. അടുത്ത വാക്ക് എന്നറിയാം, വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി. തീ കെടുത്തി എന്നല്ല പറയുന്നത്, തീയുടെ ബലത്തെ കെടുത്തി. തീ അവിടെ കത്തിക്കൊണ്ടിരിക്കുക, പക്ഷേ തീക്ക് ഇപ്പൊ ബലമില്ല. ഓ, എന്നെ വേടാതെ ഇന്ന് രാത്രി നീ നന്നായി പരിശുദ്ധാത്മാവിനോട് പ്രതികരിച്ചു തുടങ്ങുകയാണെങ്കിൽ നിനക്കെതിരെ കത്തി ജ്വലിച്ചു നിൽക്കുന്ന തീ അവിടെ കാണും. പക്ഷെ ഇന്ന് രാത്രി അതിന്റെ ബലം യേശുവിന്റെ നാമത്തിൽ തീയുടെ ബലമാണ് അതിന്റെ നശീകരണ ശക്തി. തീയുടെ ബലമാണ് അതിന്റെ നശീകരണ ശക്തി. ആ നശീകരണ ശക്തി ഇല്ലാതെയായി പോയി. പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ ആത്മാവിൽ പ്രതികരിച്ചോ. നിന്നെ തകർക്കാൻ സാധ്യതയുള്ള, നിനക്കെതിരെ നിൽക്കാൻ സാധ്യതയുള്ള ചില സ്വാധീനങ്ങളുടെ നശീകരണ ശക്തിയെ ഇന്ന് രാത്രി ആത്മാവിൽ അതിനെ കെടുത്തിക്കളയുന്ന ദൈവശക്തി. അവർ ആത്മാവിലാണ് അത് ചെയ്തത്. വിശ്വാസത്താൽ തീയുടെ ബലത്തെ കെടുത്തി. തീയുടെ ബലം കെട്ടെന്നല്ല, കെടുത്തി. ഓ, ഇതൊരു നിയോഗത്തിന്റെ രാത്രിയാണ്. ഇതൊരു നിയോഗത്തിന്റെ രാത്രിയാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ചിലർക്കെതിരെ നിൽക്കുന്ന ചിലതിന്റെ ബലത്തെ കെടുത്താൻ പോകുകയാണ്. ദേവദാസന്മാരെ, നമ്മുടെ സഭയിൽപ്പെട്ട ഒരമ്മാമ ഒരിക്കൽ ഞാൻ പൗരുഷന് പ്രസംഗിക്കാൻ ചെന്നപ്പോ അവിടെ വന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, 90 മുഴ എന്റെ ശരീരത്തിലുണ്ട്, ഡോക്ടർ ക്യാൻസർ ആണെന്നാ പറഞ്ഞിരിക്കുന്നതെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും അമ്മാമ, ഞാൻ അമ്മാമ ഇവിടെ വെച്ച് കണ്ടു. ഞാൻ ചോദിച്ചു, അമ്മാമ എങ്ങനെയുണ്ട് ആരോഗ്യം? എന്നോട് പറയുക, പാസ്റ്ററെ നോക്ക്, ഒരൊറ്റ മുഴ പോലും എന്റെ ശരീരത്തിലില്ല. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത് ചിലതിന്റെ ബലത്തെ കർത്താവ് കെടുത്തു. ഞാൻ വേറെ എവിടെയുള്ള ആരുടെ കാര്യമല്ല പറഞ്ഞത്, ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുള്ള ഒരാളുടെ കാര്യമാണ് പറഞ്ഞത്. നിനക്കെതിരെ നിൽക്കുന്ന ചിലതിന്റെ ബലത്തെ കർത്താവ് കെടുത്തു. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, ഈ രാത്രി കൂട്ടരോഗ സൗഖ്യങ്ങൾ ഇതിന്റെ നടുവിൽ സംഭവിക്കാൻ പോകുകയാണ്. കൂട്ടരോഗ സൗഖ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ. അനാവശ്യമായുള്ള ഗ്രോത്തുകളെ സഭ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ ട്യൂമറുകളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സഭ ക്യാൻസൽ ചെയ്യുന്നു. ഈ രാത്രി തീയുടെ ബലങ്ങൾ യേശുവിന്റെ നാമത്തിൽ കെട്ടുപോകട്ടെ. എനിക്കറിയാം ഇതൊരു ഡെലിവറൻസിന്റെ രാത്രിയാണ് കേട്ടോ. എനിക്കറിയാം ഇതൊരു ഡെലിവറൻസിന്റെ രാത്രിയാണ്. ഇതൊരു ഡെലിവറൻസിന്റെ രാത്രിയാണ്. ഈ രാത്രി പ്രതികരിക്കാൻ പറ്റുന്നവർ ആത്മാവിൽ പരിസരം മറന്ന് അന്യഭാഷയിൽ ആരാധിച്ചോ. യേശുവിന്റെ നാമത്തിൽ ചിലതിന്റെ ശക്തി ഇന്ന് രാത്രി നിർവീര്യമായി തുടങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സർജറികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. സകല സർജറികളും ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. സകല ലോങ് മെഡിക്കേഷനുകളും ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. ട്രീറ്റ്മെന്റുകൾ ഇല്ല എന്ന് പറയുന്ന രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഒരു തീജ്വാല പോലെ ഈ ടെന്റിനകത്ത് ഉടനീളം വ്യാപരിച്ചു തുടങ്ങട്ടെ. അന്യഭാഷയിൽ ആരാധിക്കുവാൻ നിയോഗമുള്ളവർ ഇന്ന് രാത്രി അന്യഭാഷയിൽ ആരാധിച്ചോ. ഈ രാത്രി ഒരു ദൈവശാസ്ത്ര വിശദീകരണത്തിന്റെ ആവശ്യം ഈ വേദിയിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്റെ സുഹൃത്ത് ജെയ്സ് പാണ്ടനാട് നന്നായിട്ട് അത് ചെയ്തു. കർത്താവിന്റെ ദാസൻ ബെൻസൺ ബത്തായി പാസ്റ്റർ അത് നന്നായിട്ട് ചെയ്തു. എത്രയോ മനോഹര പ്രസംഗങ്ങൾ പകലുകളിൽ ഇവിടെ പുറപ്പെട്ടു, രാത്രികളിൽ ഇവിടെ പുറപ്പെട്ടു. പക്ഷെ ഇതൊരു വിടുതലിന്റെ രാത്രിയാണ്. ഇത് പ്രസംഗമില്ലാത്തത് കൊണ്ടല്ല. ഇന്ന് രാത്രി യോഗത്തിന്റെ നിയന്ത്രണത്തെ ദൈവത്തിന്റെ ആത്മാവ് ഏറ്റെടുത്തു കഴിഞ്ഞു.
Randal Janadana, Ragadal Kamanagadagate, Waishman, Randal Janam, Siarthamanagadagana, Yeshua in the Namadil, Yeshua in the Namadil, Prasanga Purtigarikanam and Gorian Bandoila, E Prasanga Purtigarikanam and Gorian Bandoila, in the Yatri Karta, Eragi Bandal Bine, end of Prasangama, the Eva Sanity Charikan Dodangia, end of Prasangama, the Eva Magatwa Merangi Varan Dodangia, end of Prasanga, Prasakti Ola, Karta Merangi Verina, the Yetom Baligario, the Eva Sanity and Charikana, the Yetom Baligario, Iratri Alari Kaream Benjamin Bertimai, Uraka Bilicha the Bola, Iratri Beg and the Prata Jodanga, Yeshua, David Mutra, in order Karana Doname, Yeshua, David Mutra, in order Karana Doname, Iratra Ningal of the Baraja Dodangamo, Tigaluda Bellamy, Ratri Katu Dorangano, Latabaraba, Hadal Kamanagadagana, Arthamanagadagana, Ragadal Janadana, Ida Atma Mandalatil Sambavikanagariama, Atma Mandalatil Sambavikanagariaman, Atma Mandalatil Sambavikanagariaman, Yeshuvinda Namadil, Yeshuvinda Namadil, Yeshuvinda Namadil, Yeshuvinda Namadil, Abhishakane, Amen, Evidayo, Nanakadre, Nilkana Jala Swadhinangal, in the Yatri, Adinda Bellam, Yanavaka Wind Mavartikam, Adinda Bellam, Adinda Bellam, Adinda Bellam Nurjiva, Adinda Bellam Ketubogia, Yeshuvinda Namadil, Regipas Ralla the Jayamada. നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓവർസിയർ അല്ലത് ചെയ്യുന്നത്. ഈ രാത്രി നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ മേൽ ഒരു വിടുതൽ പ്രഖ്യാപിക്കുന്നത് നിങ്ങളാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളാണ് അത് ചെയ്യുന്നത്. ഓ രാധാമന ഹന്തൽ ജനാദന, പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അത് നിങ്ങളുടെ മേലുള്ള കാര്യമാണ്. ഈ രാത്രി നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് എന്തോ ആ പ്രത്യേക വിഷയത്തെ അഡ്രസ് ചെയ്തിട്ട് ഈ രാത്രി ആത്മാവിൽ പറ, ഈ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടത്ത് ഞാൻ അതിന്റെ ബലത്തെ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ. ലേക്ക് ഷോറിലെ ഡോക്ടറാണ് ഒക്കത്തില്ലെന്ന് പറഞ്ഞത്. ഈ രാത്രി ഞാൻ പറയാ, ആമേൻ, അവരത് പറയട്ടെ. കിംസിലെ ഡോക്ടർ അത് പറയട്ടെ, SITയിലെ ഡോക്ടർ അത് പറയട്ടെ, ആമേൻ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അത് പറയട്ടെ, ആമേൻ, ചെറിയാൻസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അത് പറയട്ടെ. പക്ഷെ ഈ രാത്രി ഉന്നതനും മീതെ അത്യുന്നതനും എന്ന് പറയുന്നത് പോലെ സകല പ്രശ്നങ്ങൾക്കും മീതെ ഈ രാത്രി ചലിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. ഓ യേശുവിൻ നാമത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആരെയൊക്കെയോ ഇന്ന് രാത്രി യോഗത്തിൽ പരിശുദ്ധാത്മാവ് തൊട്ടു തുടങ്ങുന്നു. ആരെയൊക്കെയോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊട്ടു തുടങ്ങുന്നു. ആരൊക്കെയോ ഇന്ന് രാത്രി സൗഖ്യമായി തുടങ്ങുന്നു. ഞാൻ ആത്മാവിൽ പറയാം, സൗഖ്യം മാത്രമല്ല അഭിഷേകനെ, ഇന്ന് രാത്രി നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഒരു വലിയ ചേഞ്ച് ഉണ്ടാകാൻ പോവുകയാണ്. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. കർത്താവിനോട് പെട്ടെന്ന് പറ, തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ അവൻ അവരുടെ ബുദ്ധിയെ തുറന്നതുപോലെ ഈ രാത്രി എന്റെ ബുദ്ധിയെ ഒന്ന് തുറക്ക്. ഈ രാത്രി ഞാൻ പ്രവചിച്ചു പറയാം, സ്വർഗം അത് ചെയ്തു തുടങ്ങുന്നു. നെബൂഖദ്നേസറേ, നിന്റെ മുഖം കോപം കൊണ്ട് നിറഞ്ഞാലും ആമേൻ, നിനക്ക് ആമേൻ വേണ്ടി മഹാബലമുള്ള സൈന്യത്തില് ആമേൻ പടയാളികൾ നിന്നാലും പ്രാർത്ഥിക്കുന്ന 3 ചെറുപ്പക്കാർ കരത്തോട് കരം കോർത്തു പിടിച്ച് നിന്നാൽ നിന്റെ ചൂളയുടെ ചൂട് എത്ര കഠിനമായാലും അത് കെട്ടുപോകും. യേശുവിന്റെ നാമത്തിൽ കരയണമെങ്കിൽ കരഞ്ഞോ, കേട്ടോ. നിലവിളിക്കണമെങ്കിൽ നിലവിളിച്ചോ. ഈ രാത്രി വേദിയിലുള്ള ഏതെങ്കിലും ഒരു ദൈവദാസൻ കാണാൻ വേണ്ടിയല്ല, ആമേൻ, വല്ലപ്പോഴും ഒരിക്കൽ കർത്താവ് നമുക്ക് വേണ്ടി ചലിച്ചു തുടങ്ങും, കേട്ടോ. ഹല്ലേലൂയ. കുളത്തിൽ ദൂതൻ എന്നും ഇറങ്ങി കലക്കുകയല്ല. ആമേൻ, ആമേൻ. ഇടയ്ക്കിടയ്ക്ക് ദൂതൻ ഇറങ്ങി കലക്കും. അന്നവര് സൗഖ്യം നടക്കും. ഇന്ന് രാത്രി ദൂതൻ ഇവിടെ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്, കേട്ടോ. ആമേൻ. ആ ശക്തി ഇന്ന് രാത്രി ഇവിടെ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ നിറവ് ഇന്ന് രാത്രി ഇവിടെ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. നാളുകളുടെ നിന്റെ സംഘർഷങ്ങളെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ബ്രേക്ക് ചെയ്യുന്നു. തകർത്ത ഇടിമുഴക്കം പോലെ ഈ രാത്രി ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചോ.
ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചോ. ഇന്ന് രാത്രി ഇനി ഞാൻ പ്രസംഗിക്കത്തില്ല കേട്ടോ. പ്രസംഗം നന്നായിട്ട് പ്രിപ്പയർ ചെയ്താ വന്ന്, പക്ഷെ കർത്താവ് ഇറങ്ങി വന്നിരിക്കുകയാണ്. കർത്താവ് ഇറങ്ങി വന്നിരിക്കുക. ആമേൻ. ഈ രാത്രി ഞാൻ ഇനി പ്രസംഗിക്കത്തില്ല. എഴുന്നേറ്റ് നിൽക്കണമെന്നുള്ളവർ ആത്മാവിൽ എഴുന്നേറ്റ് നിന്നോ. പ്രതികരിക്കണമെന്നുള്ളവർ ആത്മാവിൽ പ്രതികരിച്ചോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ആമേൻ ദൂതൻ യെശയ്യാവിന്റെ അധരത്തെ സ്വർഗീയ കനലുകൾ കൊണ്ട് തൊട്ടതുപോലെ ചിലരുടെ അധരങ്ങളെ തൊട്ടു തുടങ്ങുക. ചിലരുടെ അധരങ്ങളെ തൊട്ടു തുടങ്ങുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ കർത്താവിനോട് പറ, എന്നെ ഒന്ന് തൊടാൻ പറ, എന്നെ ഒന്ന് തൊടാൻ പറ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തീകളുടെ ബലം കെട്ടുപോകുന്നു. തീകളുടെ ബലം കെട്ടുപോകുന്നു. സൈന്യത്തിലെ മഹാബലവാന്മാർ ഇവരെ തീക്കകത്തെ കിട്ടപ്പോൾ ആ ബലവാന്മാർ തീയുടെ ചൂട് കൊണ്ട് മരിച്ചു വീഴുമ്പോ 3 ചെറുപ്പക്കാർ നാലാമനായി ഒരുവന്റെ കരത്തിൽ പിടിച്ച് തീക്കകത്തൂടെ നടക്കുകയാണ്. ഒരേ തീ 2 സ്വഭാവം, ഒരേ തീ 2 സ്വഭാവം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ മുൻപിലും ഇത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. പലരെയും നശിപ്പിച്ചത്, പലരെയും ഒടുക്കിക്കളഞ്ഞത്, പലരെയും തകർത്ത് കളഞ്ഞത് ഇന്ന് രാത്രി നിന്നെ തകർക്കാൻ പോകുന്നില്ല. ഒരേ തീ 2 സ്വഭാവം. ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കാം. ഒരേ തീ 2 സ്വഭാവം. ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കാം. ഒരേ തീ 2 സ്വഭാവം. പലരും മരിച്ചു വീണ ഇടത്ത് നിനക്ക് രോമത്തിന് പോലും കേട് തട്ടാൻ പോകുന്നില്ല. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം കേട്ടോ. ഇതൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ആണ്, പ്രൊഫറ്റിക്കൽ മെസ്സേജ് ആണ്. ആമേൻ. നെബൂഖദ്നേസറേ, ഇപ്പോൾ നിന്റെ മുഖത്ത് കോപമാണ്, ഇപ്പോൾ നിന്റെ മുഖത്ത് ക്രോധമാണ്, നിന്റെ മുഖം കോപം കൊണ്ട് നിറഞ്ഞിരിക്കുക. പക്ഷെ 4-ാമൻ ഇറങ്ങി വരുന്ന ഒരു ദിവസം, ഒരു സമയമുണ്ട്, അവിടെ ഇത് തിരിയും. ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, നിനക്കെതിരെ കോപിക്കുന്നവർ, നിനക്കെതിരെ കോപിക്കുന്നവർ, നിനക്കെതിരെ പല്ലുകടിച്ച് നിൽക്കുന്നവർ, നിനക്കെതിരെ ആക്രോശിച്ച് നിൽക്കുന്നവർ, നീ തല ഉയർത്താതിരിക്കാൻ നിനക്കെതിരെ നിൽക്കുന്നവർ, നിനക്കെതിരെ നിൽക്കുന്നതിനൊരു കാലയളവുണ്ട് കേട്ടോ. ഒരു കാലയളവുണ്ട്. എപ്പോഴാണോ 4-ാമൻ ഇറങ്ങുന്നത് കാണുന്നത്, സെക്കൻഡുകൾ കൊണ്ട് കോപം ആശ്ചര്യമായി മാറിയിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രതികരിച്ചോ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രതികരിച്ചോ. അഭിഷക്തന്മാരോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, ഇന്ന് പലരും നിനക്കെതിരെ നിൽക്കുന്നു, പലരും നിന്നോട് കോപിക്കുന്നു, പലരും നിനക്കെതിരെ ആക്രോശിക്കുന്നു. 4-ാമൻ ഇറങ്ങുന്ന മിനിറ്റ് വരെ ഉള്ളു ഇതെല്ലാം കേട്ടോ. 4-ാമൻ ഇറങ്ങുന്ന മിനിറ്റ് വരെ ഉള്ളൂ. ഈ രാത്രി ചിലരോട് ഞാൻ പറയാം, നീ ഒറ്റയ്ക്കല്ല, 4-ാമനായി ഒരുവൻ നിനക്ക് വേണ്ടി ചലിക്കുന്നു. അർത്ഥമന്റെ വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുതി, വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുതി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വേഗം പ്രാർത്ഥിച്ചോ, വേഗം പ്രാർത്ഥിച്ചോ. കർത്താവിനോട് പറ, കർത്താവേ, ഇന്ന് രാത്രി എന്റെ പ്രശ്നത്തിനകത്ത് അങ്ങയുടെ ആളത്വത്തിൽ അങ്ങ് ഇറങ്ങി വരണം. പറഞ്ഞോ, പറഞ്ഞോ, പറഞ്ഞോ. കരം ഉയർത്തി പറയണോ, അങ്ങനെ പറ. അതെല്ലാം മുഴങ്കാലിൽ നിന്ന് പറയണോ, അങ്ങനെ പറ. കണ്ണുനീരോടെ പറയണോ, അങ്ങനെ പറ. എന്റെ ആ സംഘർഷത്തിനകത്ത് അങ്ങൊന്ന് ഇറങ്ങി വരണേ കർത്താവേ. എന്റെ സംഘർഷത്തിനകത്ത് അങ്ങൊന്ന് ഇറങ്ങി വരണേ. ജീവിതത്തിൽ തകർന്നുപോയ ഒട്ടനവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ രാത്രി ആത്മാവിൽ പറ, എന്റെ പ്രശ്നത്തിനകത്ത് അങ്ങ് ഇറങ്ങി വരണേ. യേശുവിന്റെ നാമത്തിൽ ഇത് വിടുതലിന്റെ രാത്രിയാ കേട്ടോ. ഇത് വിടുതലിന്റെ രാത്രിയാ. യേശുവിന്റെ നാമത്തിൽ ഇത് വിടുതലിന്റെ രാത്രിയാ. പറ്റുമെങ്കിൽ 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, 2 കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, 2 കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനോട് പറ, എന്റെ പ്രോബ്ലത്തിനകത്ത് ഇറങ്ങി വരണമെന്ന് പറ. പറഞ്ഞു, ഉച്ചത്തിൽ പറഞ്ഞു, ഉച്ചത്തിൽ പറഞ്ഞു, എന്റെ പ്രോബ്ലത്തിനകത്ത് ഇറങ്ങി വരണം. നിന്റെ പ്രശ്നത്തിൽ വിട്ടു നിൽക്കുന്നവനല്ല കർത്താവ്. ഉച്ചത്തിൽ പറഞ്ഞു, ബർത്തിമായ നീ മിണ്ടാതിരുന്നാൽ നീ അവിടെ ഇരിക്കത്തേ ഉള്ളൂ.
ഭൃത്യമായ നീ ഉറക്കം നിലവിളിച്ചാൽ അവിടെ സൗഖ്യം ഉറപ്പാ. അതേ ക്രമത്തിൽ ഉച്ചത്തിൽ എന്ന് പറ, എന്റെ പ്രശ്നത്തിനകത്തോട്ട് ഇറങ്ങി വരാൻ പറ. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ചിലരുടെ കുടുംബപരമായ പ്രശ്നത്തിനകത്തേക്ക്, തലമുറ സംബന്ധമായ പ്രശ്നത്തിനകത്തേക്ക്, പലരും അറിയാതെ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന പ്രശ്നത്തിനകത്തേക്ക് ഇന്ന് രാത്രി നാലാമനായി ഒരുവൻ ഇറങ്ങി വരാൻ തുടങ്ങുന്നു. നാലാമനായി ഒരുവൻ ഇറങ്ങി വരാൻ തുടങ്ങുന്നു. വേഗം പ്രാർത്ഥിച്ചോ, ഉച്ചത്തിൽ പ്രാർത്ഥിച്ചോ, കർത്താവേ അങ്ങ് ഇറങ്ങി വരണമേ എന്ന് പറ, അങ്ങ് ഇറങ്ങി വരണമേ എന്ന് പറ. യേശുവിന്റെ നാമത്തിൽ പ്രിയരെ, എനിക്കറിയാം ഇത്രയും പേര് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഈ രാത്രിയും. ആമേൻ. മുൻപോട്ട് വന്നു നിന്നൊന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധിക്കത്തില്ല. മുൻപോട്ട് വന്ന് നിന്നൊന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ദൈവദാസന്മാരുടെ നിങ്ങളുടെ തലയിൽ കൈവെക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മുൻപോട്ട് നിങ്ങൾക്ക് വരാം. മുൻപോട്ട് ഒരു നിർബന്ധവുമില്ല. മുൻപോട്ട് വരാൻ നിയോഗമുണ്ടെങ്കിൽ മുൻപോട്ട് വാ. താങ്ക് യു ജീസസ്. ദയവായി ഈ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ. ഈ സമയത്ത് 9 മണിക്ക് യോഗം ആശീർവാദം പറയും. ഈ സമയത്ത് ദയവായി നിങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ മെസ്സുകളിലേക്ക് ഓടരുത്. ഒരു 5 മിനിറ്റ് കൂടെ, ഒരു 10 മിനിറ്റ് കൂടെ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. വേഗം പ്രാർത്ഥിച്ചേ, വേഗം പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, വേഗം പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, വേഗം പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. എന്റെ പ്രശ്നത്തിനകത്തേക്ക് കർത്താവേ ഒന്ന് ഇറങ്ങി വരണമേ. മുൻപിൽ വന്ന് നിൽക്കുന്നവർ ഉൾപ്പെടെ ആത്മാവിൽ പ്രാർത്ഥിച്ച് എന്റെ പ്രോബ്ലത്തിനകത്തേക്ക് അന്നൊന്ന് ഇറങ്ങി വരണമേ. ആമേൻ. ദയവായി കർത്തൃദാസന്മാർ ഈ ദൈവദിനത്തെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ പ്രശ്നത്തിനകത്തേക്ക് അന്നൊന്ന് ഇറങ്ങി വരണമേ. കൊയർ വേദിയിലേക്ക് കയറി വന്നാട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്റെ പ്രശ്നത്തിനകത്തേക്ക് ഒന്ന് ഇറങ്ങി വരണം. എനിക്കറിയാം പരിശുദ്ധാത്മാവ് ഇതിന്റെ നടുവിൽ ചിലരെ അത്ഭുതകരമായി തൊട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇതിന്റെ നടുവിൽ ചിലരെ അത്ഭുതകരമായി തൊട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതം മാറി തുടങ്ങുകയാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതം മാറി തുടങ്ങുക യേശുവിന്റെ നാമത്തിൽ. ഈ വന്നാട്ട് ബ്രദറെ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുക യേശുവിന്റെ നാമത്തിൽ. മുൻപോട്ട് വന്നാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ചലനം ഈ രാത്രി സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിശാച് തകർത്ത് കളഞ്ഞ പലതിനെയും ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് റീസ്റ്റോർ ചെയ്തു തുടങ്ങുന്നു. പിശാച് തകർത്ത് കളഞ്ഞ പലതിനെയും ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് റീസ്റ്റോർ ചെയ്തു തുടങ്ങുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആ ശുശ്രൂഷയെ, ആ ജീവിതത്തെ, ആ അനുഭവങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് തിരിച്ചു പിടിക്കുക. പറ്റുമെങ്കിൽ കരങ്ങൾ അടിച്ച് ഇന്ന് രാത്രി അന്യഭാഷകളിൽ കർത്താവിനെ ആരാധിച്ചു തുടങ്ങിയാട്ടെ. അന്യഭാഷകളിൽ ഈ രാത്രി കർത്താവിനെ ആരാധിച്ചു തുടങ്ങിയാട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എത്രത്തോളം ആത്മാവിൽ ആരാധിക്കാം അത്രത്തോളം ആത്മാവിൽ എല്ലാവരും ചേർന്ന് ആരാധിച്ചു തുടങ്ങിയാട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ഇത് ചലനത്തിന്റെ രാത്രിയാണ്. ഇത് ചലനത്തിന്റെ രാത്രിയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കാം, ഇത് ചലനത്തിന്റെ രാത്രിയാണ്.